എന്റെ ചേച്ചി ഞാൻ അങ്ങോട്ട് വരാൻ പോവായിരുന്നു ചേച്ചി. ആണോ? എന്നെ ഇപ്പൊ ഗീത ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗീത ചേച്ചി എന്നോട് പറയാൻ ഭയങ്കര സങ്കടം ചേച്ചിക്ക്. ചേച്ചി ഗീത ചേച്ചി അല്ല വിനിതയോടൊക്കെ പറഞ്ഞത്. ചേച്ചിയും ഗീത ചേച്ചിയും കൂടെ വഴി വെച്ച് സംസാരിച്ചില്ലേ, അപ്പൊ അതുവഴി ഏട്ടന്റെ കൂടെ സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരന്റെ ഭാര്യ അതുവഴി പോയായിരുന്നു. അവര് കണ്ടിട്ട് അവരാണ് വിനിതയോടൊക്കെ ചെന്ന് പറഞ്ഞത്, അല്ലാതെ ഗീത ചേച്ചി അല്ല ചേച്ചി. ഗീത ചേച്ചി ഇപ്പൊ വിളിച്ചായിരുന്നോ? ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളു. ആണോ? ഗീത ചേച്ചിനെ നമുക്ക് അറിയത്തില്ല ചേച്ചി, അത് പാവം പിടിച്ചതല്ലേ. അങ്ങനെ ഏഷ്യനെയൊക്കെ പറയുന്ന ആളാണോ? അതെ, പറയില്ലല്ലോ. കനക, നീ ഒരുപാട് കള്ളന്മാരെ കണ്ടിട്ടില്ലേ? കള്ളികളോ? നിന്റെ സൈഡിൽ നിൽക്കുന്ന ഇതേ ഇപ്പുറത്ത് ഇതേപോലൊരു പഠിച്ച കള്ളി കാണാപ്പാട് പറഞ്ഞത് ആണല്ലേ? നീ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. സത്യം. ഇനി ഞാൻ മനസ്സിലാക്കിയ കാര്യം കൂടി കേൾപ്പിച്ചേരട്ടെ. നിക്കടാ, ഒരു മിനിറ്റടാ. എന്ത് ചുമ്മാ? ഹലോ ഹലോ. ആ ചേച്ചി. ആ വിനീതേ, പറ ചേച്ചി. വിനീത, ഞാൻ ചോദിക്കണേന് 2-3 കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാപ്പാ. പറ ചേച്ചി. അതെ, മോളുടെ അടുത്ത് ഏതെങ്കിലും പോലീസുകാരന്റെ ഭാര്യ വന്നിട്ട് എന്റെ സാരിയുടെ കാര്യോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ചേച്ചി. പറഞ്ഞില്ല അല്ലേ? ഇല്ല. അപ്പൊ ഞാൻ അന്ന് ലില്ലിയുടെ സാരി ഉടുത്തുകൊണ്ട് പോയ കാര്യം പറഞ്ഞില്ലേ, അത് മോളോട് ആരാ പറഞ്ഞേ? അത് ഞാൻ കുറച്ചു മുന്നേ ചേച്ചിയോട് പറഞ്ഞല്ലേ ചേച്ചി. ഉവ്വ, എന്നാലും ഒന്നും കൂടി കേൾക്കാൻ വേണ്ടിട്ടാ ചേച്ചി. ഞാൻ ഇത് പറഞ്ഞ ചേച്ചി വേറെ അടുത്തും പറയൊന്നും ചെയ്യരുത്. അയ്യോ ഇല്ല കൊച്ച, ഞാൻ ആരോടും പറയില്ല. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. അത് ഗീതേച്ചി. എന്തോ? ഗീതേച്ചി. വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞായിരുന്നോ? അത് മറ്റേ സുമതിയോടും രമണിയോടും എല്ലാരും. ആരടുത്തും പറയില്ലേ ചേച്ചി. ഓ, ആരടുത്തും പറയില്ലേ. ഏയ് ഇല്ല, അങ്ങ് പറഞ്ഞ അത് മോക്കൊരു പ്രശ്നമാവൂല. ആരോടും പറയൂല. ശരി ചേച്ചി. ശരിട്ടാ. ചേച്ചി ചേച്ചിയല്ല, ചേച്ചി. ചേച്ചി. ആഹാ, എടാ നീ വെള്ളം കുടിച്ചോ. ചേച്ചി ഗീത ചേച്ചി ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്രശ്നം ഒന്ന് സോൾവ്. എടാ, എവിടെയോ കിടക്കുന്ന ഗീതയ്ക്ക് വേണ്ടിട്ട് സ്വന്തം ചേച്ചിനെ തള്ളി പറഞ്ഞപ്പോ ഇവള് ആരാണ് ഇവള്? ചേച്ചി പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ചേച്ചി ഞാൻ പറഞ്ഞു. ഞാൻ എന്നെ മണ്ടിയാക്കിയിട്ടാണ് പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്. ആണാ? ഞാൻ ചോദിക്കുന്നത് ഇവക്ക് ഇത് ഗീതന് ഇവൾ എന്റെ എന്തോരം സാരി കൊടുത്തിട്ടുണ്ട്. എന്റെ ഏട്ടാ, ആ ചേച്ചിയോട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൾ അറിയാതെ പറഞ്ഞു പോയല്ലേ. അല്ലെങ്കിൽ തന്നെ ഒരു സാരി ഉടുത്ത കാര്യം ഇത്ര ചർച്ച ചെയ്യാൻ എന്താ ഉള്ളത്? അതിന് ആര് ചർച്ച ചെയ്തില്ലേ നീ? എന്റെ ചേച്ചി അവർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ തങ്കു കൊടുത്തോണ്ട് പോയ സാരി എന്തൊരു രസമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഏട്ടൻ വാങ്ങിച്ചതെന്നാണ്. ഈ സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അവിടെ ചേച്ചിനെ ഞാൻ താഴ്ത്തി കെട്ടാനൊന്നും നോക്കിയിട്ടില്ല. തീർന്നില്ലേ? സത്യം മനസ്സിലായ സ്ഥിതിക്ക് തീരൂല. എനിക്ക് എന്റെ ഉള്ളിൽ ഞാൻ എന്തോരം നാണം കിട്ടുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. നീ ആലോചിച്ച് കൂട്ടിയ കുറെ കാര്യങ്ങളൂടെ ഉണ്ട്. അത് വിട്. ഇപ്പൊ കാര്യമൊക്കെ മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ദയവ് ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത വിട്ട് ഒത്താശ പിടിക്കാൻ പോരുത്. നീ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ചാടി ഇറങ്ങുകയും ചെയ്യരുത്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ ഈ മംഗള മുഹൂർത്തത്തിൽ നമുക്ക് ചൂട് പൊറോട്ടയും ബീഫ് കറി എടുത്തോളൂ. ബീഫ് കഴിക്കുമോ നീ? എന്തോ എനിക്ക് വേണ്ട. ഇവിടെ ചേച്ചിക്ക് വേണ്ടിട്ട് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ച് അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങോട്ട് വരുമോ? എടുത്തോണ്ട് വരട്ടെ. അവളെ സഹോദരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഉണ്ടാണല്ലോ, അവൾക്ക് കഴിക്കാം. മാറ് ഫോട്ടോ അങ്ങോട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ നിന്നോട് ഞാൻ പിണക്കം മാറ്റിയിട്ടില്ല. അത് മാറ്റണ്ടടി, അതിരിക്കട്ടെ, കുറച്ചിരിക്കട്ടെ. ബീഫ് കഴിക്കുമ്പോൾ മാറും.